ഹായ് ഗൈസ്, വെൽക്കം ടു അൺഫിൽറ്റേഡ് ട്രാക്സ്. ഏവർക്കും സ്വാഗതം. കേരളം കാത്തിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. കേരള രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇക്കുറി പോരാട്ടം പ്രവചനാതീതമാണ്. സിനിമാ താരവും അധ്യാപകനുമായ സുധീർ കരമന ഇടതുപക്ഷത്തിനു വേണ്ടിയും UDF വേണ്ടി CP ജോൺ, അദ്ദേഹം CMBയുടെ ജനറൽ സെക്രട്ടറിയാണ്. NDAയ്ക്ക് വേണ്ടി BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയനും നേർക്കുനേർ വരുന്നു. ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പശ്ചാത്തലവും മണ്ഡലത്തിലെ സാധ്യതകളും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി സുധീർ കരമനയെക്കുറിച്ച് നോക്കാം. പ്രശസ്ത നടൻ കരമന ജനാർദ്ദനൻ നായരുടെ മകൻ എന്നതിലുപരി തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹം പ്രിയപ്പെട്ട അധ്യാപകനും മികച്ച നടനുമാണ്. പശ്ചാത്തലം: വേങ്ങാനൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീർഘകാലം പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹം ഭൂമിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും B.Edഉം ഉള്ള സുധീർ ഖത്തറിലും അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്നെങ്കിലും എപ്പോഴും ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അദ്ദേഹം. ആന്റണി രാജുവിൻ്റെ അയോഗ്യതയെ തുടർന്ന് അപ്രതീക്ഷിതമായി CPM അദ്ദേഹത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയത്. താൻ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല, തിരുവനന്തപുരത്തിൻ്റെ ഒരു മകനായിട്ടാണ് വോട്ട് ചോദിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സിനിമയിലെ ജനപ്രീതിയും അധ്യാപകൻ എന്ന നിലയിലുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിന് തുണയാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. മറുവശത്ത് UDF മത്സരിക്കുന്നത് രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായ CP ജോണാണ്. CMB ജോൺ വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. SFI മുൻ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം MV രാഘവൻ്റെ വിശ്വസ്തനായിരുന്നു. കേരള സംസ്ഥാന പ്ലാനിംഗ് കമ്മിറ്റി അംഗമായി 2 തവണ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ഭരണകാര്യത്തിൽ വലിയ അറിവുണ്ട്. കുന്നംകുളം സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ 40 വർഷമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. മണ്ഡലത്തിലെ വികസന മുരടിപ്പും രാഷ്ട്രീയ സാഹചര്യവും ഉയർത്തിക്കാട്ടിയാണ് UDF പ്രചാരണം. മുൻ മന്ത്രി VS ശിവകുമാറിനെ മാറ്റിയാണ് CP ജോണിനെ ഇവിടെ നിയോഗിച്ചത് എന്നത് കോൺഗ്രസിനുള്ളിൽ ചെറിയ തർക്കങ്ങൾ വഴിവെച്ചെങ്കിലും ഇപ്പോൾ UDF ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. ഇനി NDAയുടെ കാര്യമെടുത്താൽ BJP ഇക്കുറി വലിയ പ്രതീക്ഷ വെക്കുന്ന സ്ഥാനാർത്ഥിയാണ് കരമന ജയൻ. തിരുവനന്തപുരം BJP ജില്ലാ അധ്യക്ഷനായ അദ്ദേഹം താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവാണ്. 2021 പാറശാല മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച അദ്ദേഹം മികച്ച വോട്ട് വിഹിതം നേടിയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ തൻ്റെ സംഘടനാ ശേഷി പരീക്ഷിക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. തലസ്ഥാന നഗരിയായ BJPക്കുള്ളിലുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റാനാണ് NDA ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രചാരണായുധമാണ്. തിരുവനന്തപുരം സെൻട്രലിൽ ആര് ജയിക്കും എന്നത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. 3 മുന്നണികളും ഒന്നിച്ചൊന്ന് മെച്ചമായിട്ടാണ് സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. സുധീർ കരമനയുടെ ജനപ്രതീതിയും CP ജോണിൻ്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തും കരമന ജയൻ്റെ സംഘടനാ കരുത്തും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത്. ഏപ്രിൽ 9 ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം സെൻട്രൽ ആര് ജയിക്കാനാണ് സാധ്യതയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കായി അൺഫിൽറ്റേഡ് ട്രാക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.